ശാന്തി കോളേജ് കേട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ വന്ന കുട്ടികളുമാണ്. നിങ്ങളുടെ ചേട്ടന്മാര് നിങ്ങൾക്ക് വേണ്ടി കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതായത് പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ, അല്ലെങ്കിൽ അതിനെ ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാനായിട്ടാണ് വന്നത്. അപ്പോ നിങ്ങൾ വലിയ വലിയ യങ്സ്റ്റർമാരൊക്കെ ആവണം, വളർന്നു വലുതായി വരണം, മനസ്സിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവര് അതിനുവേണ്ടി ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ട് അൻവർ ഷാ നമ്മൾ ചേട്ടനെ ക്ഷണിക്കുന്നു കേട്ടോ. നമ്മളിവിടെ വന്നേക്കാണെന്നറിയോ, ഇന്നോവേഷൻസ് കൗൺസിൽ എന്ന് പറഞ്ഞവർക്ക് നമ്മുടെ ശാന്തി കോളേജിൽ ക്ലബുണ്ട്. ആ ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ഇന്നോവേഷൻസ് ചെയ്തത്. നിങ്ങളെ പോലെ ടെക്നോളജിയോട് ഇൻട്രസ്റ്റ് ഉള്ള ആർക്കും ഇവിടെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടി നമ്മൾ കുറെ ഇന്നോവേഷൻസ് കൊണ്ടുവന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടുമല്ലോ. ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾ ടീംപരമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ വലുതാൻ വേണ്ടി ചെയ്യുക. നമ്മുടെ കോളേജിൽ എന്തൊക്കെയുണ്ട് ഇതുപോലെ ഐഡിയാസ് ഉള്ളവരെ അവരുടെ ഐഡിയാസിനെ പ്രചോദിപ്പിക്കുന്ന കുറെ സെഷനുകളുണ്ടാവുക കോളേജില്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് ഭാവിയില്ല ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും, കുറച്ച് ഇന്നോവേഷൻസ് നിങ്ങളെ കാണിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചു കാണൂലേ, ഇത് സഹായിക്കും എല്ലാവരും. അപ്പൊ ആദ്യം നമ്മൾ കാണിക്കുന്നത് ഒരു ഹ്യൂമൻ ഫോണെ റോബോട്ടാണ്. ഇതിനെ കുറിച്ച് നമ്മൾ ആശി വിശദീകരിക്കുന്നുണ്ട്. ഹലോ, എന്റെ പേര് ആഷിൻ. GCA ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പം ആദ്യം ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്, ഇതൊരു റോബോട്ടാണ്. റോബോട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? റോബോട്ടിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ ആരെങ്കിലും എണീറ്റെന്ന് പറയോ? ഓക്കെ, ജോലിയൊക്കെ ചെയ്തു. അത് എവിടെയെങ്കിലും ഉപയോഗിക്കണമെന്ന് അറിയൂ. റോബോട്ടുകൾ ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും റോബോട്ടുകളുണ്ട്. വാട്സാപ്പിൽ പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സാപ്പ് ഏഴ് പുഷ്പം അറിയോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പം ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ റോബോട്ടിന് ഉപയോഗിക്കുന്നത്. ഈ റോബോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മള് ആശുപത്രികളിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എല്ലാ സർജറി എല്ലാം ചെയ്യണത് ഇപ്പൊ റോബോട്ടുകളാണ്. കീഹോൾ സർജറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ചെയ്യുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ലെൻസിലൂടെ, അങ്ങനെ റോബോട്ടിക് ടെക്നോളജിയിലൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ റോബോട്ടിനെ ഉപയോഗിച്ചിരുന്നത് അർഡുയിനോ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിന് മദർ ബോർഡ് എന്ന് കേട്ടില്ലേ? ആ മദർ ബോർഡ് പോലത്തെ ഒരു സാധനമാണ് അർഡുയിനോ ബോർഡ്. പ്രോഗ്രാം ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ ഈ റോബോട്ട് എങ്ങനെ വേണമെങ്കിൽ ചലിപ്പിക്കാൻ രീതിക്കാണ് അർഡുയിനോ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ചക്രം വെച്ചിരിക്കുന്ന സാധനം അതല്ലയോ, അതെങ്ങനെയാണെന്നറിയോ? ഈ കറങ്ങുന്നത് DC മോട്ടർ എന്ന് എടുത്തുണ്ടോ? നമ്മുടെ മിനി മോട്ടർ എന്ന് പറയും. ആ മോട്ടർ ഈ മഞ്ഞ ഇതുണ്ടോ, ഇതാണ് ഗിയർ മോട്ടർ എന്ന് പറഞ്ഞ സാധനം. അതായത് നമ്മുടെ DC മോട്ടർ ബാറ്ററി കൊടുത്ത് കഴിയുമ്പോൾ ഭയങ്കര സ്പീഡിൽ ഇറക്കുന്നത്. ആ സ്പീഡിനെ ടോർക്ക് ആയിട്ട് കണ്ടുപിടി. ടോർക്ക് കേട്ടിട്ടുണ്ടോ? അതായത് എത്ര കുത്തനുള്ള കയറ്റം പോലും സ്പീഡ് വെച്ച് നമുക്ക് പവർ ഉണ്ട്. അതായത് ആ ഒരു പവർ കിട്ടും DC മോട്ടറിനെ. ഇല്ലെങ്കിൽ നമ്മുടെ DC മോട്ടർ പിടിച്ചു ചേർക്കുമ്പോൾ DC മോട്ടർ നിൽക്കില്ല. കാരണം DC മോട്ടർ ആണെങ്കിലും അത് നിൽക്കും. പക്ഷെ ഈ ടോർക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെ വലിച്ചു കയറ്റും. പിന്നെ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്തതായിരിക്കും IR സെൻസർ. IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സെൻസർ എന്നാ. പിന്നെ ഈ വട്ടം കാണുന്നത് കണ്ടോ, ഇതാണ് അൾട്രാസോണിക് സെൻസർ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. സെലക്ഷൻ കിട്ടിയ അധ്യാപകരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഇതെല്ലാം കേട്ടോ. അടിമൊക്കെയും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. അവർക്ക് ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ. ഈ റോബോട്ട് ഇത്ര സെന്റിമീറ്റർ എടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈ കണ്ടോ, നമ്മുടെ എടുത്തേക്ക് വരും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കാണാലോ. ഞാൻ കൈ ഇവിടെ കൊണ്ടു വന്നു. ഇനി തിരിക്കണോ? ഇനി നമ്മുടെ എടുത്തേക്ക് വരും. ഇപ്പഴത്തേക്ക് തിരിക്കണമെങ്കിൽ നമ്മുടെ കൈ അവിടെ ഇരിക്കുന്നോ അങ്ങോട്ടേക്ക് തിരിഞ്ഞേക്ക് വരും. ഞാനിപ്പം ഒരു ഇത്ര ഡിസ്റ്റൻസിൽ പോയി, ഞാൻ അത്രയും ദൂരം കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ബെഞ്ച് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സാധനങ്ങൾ ഇടിക്കും. പക്ഷെ നമ്മളൊരു പരിധി കൂടുതൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരും.
നമ്മൾ ആ ഡിസ്റ്റൻസിന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അത് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി കേട്ടിട്ടില്ലേ? ഇതിനകത്ത് ഉപയോഗിക്കുന്നത് റീചാർജബിൾ ബാറ്ററിയാണ്. നമ്മുടെ ഹെഡ്ലൈറ്റ് പോലത്തെ ബാറ്ററി നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്ത ബാറ്ററി ഉണ്ട്, ആ ടൈപ്പ് ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിനകത്ത് രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ അർഡുയിനോ ബോർഡിന് മാക്സിമം കിട്ടാവുന്ന കറണ്ട് 5 വോൾട്ടാണ്. 5 വോൾട്ട് കറണ്ട് കൂടുതൽ അർഡുയിനോ ബോർഡിലേക്ക് പവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളരെ മൈന്യൂട്ട് കമ്പോണന്റ് ഉണ്ട്, IC എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് ചിപ്പ്. ആ ഇന്റഗ്രേറ്റഡ് ചിപ്പ് കത്തിപ്പോകും. പിന്നെ നമുക്ക് അർഡുയിനോ ബോർഡ് വേസ്റ്റ് ആവും. അപ്പം ഈ മിനിമോട്ടറിനെ കറക്കാനായിട്ട് മിനിമം വേണ്ടത് 12 വോൾട്ട്. അർഡുയിനോ ബോർഡിന് 5 വോൾട്ടും മിനിമോട്ടർ കറക്കാൻ 12 വോൾട്ടും വേണം. അപ്പം അത്രയും കിട്ടാൻ വേണ്ടി ഇതിനകത്ത് മേളില് ഇത് കണ്ടോ, ഈ 3 ഇത് കണ്ടോ, ഈ സാധനം, ഇതിന്റെ പേരാണ് എയർ ഷീൽഡ്, അർഡുയിനോ ഷീൽഡ് എന്ന് പറയും. അതായത് മിനിമോട്ടറിന് വേണ്ട 12 വോൾട്ട് കൊടുത്ത ശേഷം നമ്മുടെ അർഡുയിനോ ബോർഡിന് വേണ്ടിയുള്ള 5 വോൾട്ട് കൺവേർട്ട് ചെയ്ത് 5 വോൾട്ട് മാത്രമേ ഇത് അർഡുയിനോയ്ക്ക് കൊടുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മിനിമോട്ടറിന് കൊടുക്കും. പിന്നെ ഈ അൾട്രാസോണിക് സെൻസർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ളതിനെ ഡിറ്റക്ട് ചെയ്യാനും, ഈ സൈഡിൽ കൊടുത്തിരുന്നുണ്ടോ ഈ ബൾബ് കണ്ടോ, ഈ ബൾബ് IR സെൻസർ, ഇൻഫ്രാറെഡ് സെൻസർ, അത് ആണ് സൈഡിലേക്ക് തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? മിനിമോട്ടർ കറങ്ങുന്നുണ്ടോ? ഈ 2 ചക്രം ഫ്രണ്ടിലേക്കും മറ്റേ 2 ചക്രം പുറകിലേക്കും കറങ്ങും. അപ്പം ആ സാധനം തിരിക്കും. ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ 4 മിനിമോട്ടർ ഫ്രണ്ടിലേക്ക് കറങ്ങുന്നു. ഇത് തിരിയണോ? ഈ സൈഡിലെ ഫ്രണ്ടിലേക്കും ഈ സൈഡ് ബാക്കിലേക്കും കറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും. മനസ്സിലായോ? ഇനി അതല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കണമെങ്കിൽ ഈ സൈഡ് ഇങ്ങോട്ട് ഇറങ്ങും, ബാക്കിലോട്ട്. അപ്പൊ ഈ സൈഡ് ഫ്രണ്ടിലേക്കും ഇറങ്ങും. ഇനി ഇത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്കും സൈഡിലേക്കും മാത്രമാണത് ചെയ്യുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ പുറകിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കും പോകാം, ബാക്കിലേക്കും വരാം. അങ്ങനെ രീതിക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ടയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ്. നമ്മളെ സാധാ ഈ പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ കളിപ്പാട്ടം മേടിക്കുന്നത്, അതിനകത്തൊക്കെ നമ്മൾ ഇപ്പം ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ കാണാൻ പറ്റും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ പോലെ ഓടുന്ന വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാനാണ്. മാക്സിമം ഗ്രിപ്പ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ടയർ ഓവറായിട്ട് കറങ്ങാതെ ആ ഗ്രിപ്പ് പിടിച്ച് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഏത് ഈ ടയറാ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ അർഡുയിനോ ബോർഡിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന. അപ്പൊ പ്രോഗ്രാമിംഗ് കേട്ടിട്ടുണ്ടോ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് കേട്ടിട്ടില്ലേ? ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മള് അർഡുയിനോയ്ക്കകത്ത് ഇത് കണ്ടോ, ഇവിടെ ഒരു കാണാൻ പറ്റുന്നുണ്ട്, ഒരു സിൽവർ ടൈപ്പ് ഇത് കണ്ടോ, അവിടെ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കേബിൾ കണക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ വെച്ച് അർഡുയിനോ IDE, ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചാണ് നമ്മൾ ഈ അർഡുയിനോ ബോർഡിലേക്ക് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇത്ര സെൻസർ, IR സെൻസർ, ഈ IR സെൻസർ ഡിറ്റക്ട് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മൾ ഒരു കോഡ് അടിച്ചിട്ടുണ്ട്, ആ ഒരു കോഡ് മാത്രം വർക്ക് ആവും. അപ്പൊ നമ്മൾ ഈ ഒരു സെൻസർ വർക്ക് ആയി കഴിയുമ്പോൾ ആ കോഡ് ചെയ്യുന്നതിന് നമ്മൾ പ്രോഗ്രാം ചെയ്തതിനനുസരിച്ച് ഈ 2 ടയർ ഫ്രണ്ടിലേക്കും മറ്റേ 2 ടയർ ബാക്കിലേക്കും കറങ്ങിയിരിക്കും. ഇനി ഇത് ലെഫ്റ്റ് സെൻസർ, മറ്റേ റൈറ്റ് സെൻസർ ആയി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മള് വേറൊരു സെറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്, അത് ഈ 2 ടയർ ഫ്രണ്ടിലേക്കും മറ്റേ 2 ടയർ ബാക്കിലേക്കും കൊടുക്കുക. ഇനി ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ 4 ടയർ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന രീതിക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരു പർട്ടിക്കുലർ ദൂരത്തിന് മാത്രം. ഇത് ഈ അൾട്രാസോണിക് സെൻസറിന് എത്ര ദൂരം വേണമെങ്കിലും കവർ ചെയ്യാം. ഒരു മാക്സിമം ഒരു 1500 അങ്ങനെ അത്രയും സെന്റിമീറ്റർ വരെ കവർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നീ എന്തെങ്കിലും ആദ്യം ഒരാൾക്ക് ഒന്ന് ധൈര്യമായിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അതെ, കമ്പ്യൂട്ടറും ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടമാണ്. സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ ആ ലൈറ്റിന് എടുത്തിട്ടുണ്ടല്ലേ, ഈ ലൈറ്റിന് ഇപ്പുറത്തെ തിരിക്കണമെങ്കിൽ ആ ലൈറ്റാണ്, ആ സൈഡിൽ ഫ്രണ്ടിൽ വയ്ക്കുക.
ഒന്ന് ആരെങ്കിലും എഴുതില്ലെന്നോ ഇതില് പേടിക്കായിട്ടൊന്നും കാര്യമില്ല. കൈയടി കൊടുക്കുക. കൈ എടുത്തി വെച്ചാൽ തന്നെ വന്നു ജസ്റ്റ് കേട്ടോ. ഈ അയ്യർ കൺസെപ്റ്റ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ പ്രകൃതി വരും. വെച്ച് നോക്കിയോ, ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിക്കാറ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി, അന്ന് ക്ലാസ് എടുത്ത് തരും. ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്തെന്ന് പറഞ്ഞത് ഡ്രയറാണോ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ പഴവും ചെറിയ മാങ്ങ ഇല്ലേ, അതൊക്കെ ഉണങ്ങിയിട്ട് തിന്നാൻ ഇഷ്ടമുള്ള ഒരാൾക്കുണ്ടോ? നമ്മൾ ഉണങ്ങിയിട്ട് നമ്മൾ പഴമില്ല, വേറെ പഴം ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യമാണ് ചുറ്റും പോയി. അപ്പൊ പഴമൊക്കെ ഇല്ലേ, അത് ഉണങ്ങിയിട്ട് ചിപ്സ് ആണ് ഒരു അടിക്കുന്നത്, അറിയില്ലേ? അതുപോലത്തെ കൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ അതിനെ കുറിച്ച് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്തേ കേട്ടോ. എന്റെ പേര് മാത്യു. ഇതൊരു ഡ്രയറാണ്. ഡ്രയർ എന്നറിയോ? ഇല്ല, നമ്മുടെ വീട്ടിലെ പഴം തുടങ്ങി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതെ അതെ അതെ. ചക്ക തേര അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വറുത്തതല്ല, ഉണങ്ങി വെയിലത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉണങ്ങാറില്ല? കപ്പയാണോ? വേറെ എന്നാ ഉണങ്ങും? ആ തേങ്ങ ഉണങ്ങും. വേറെ അതൊക്കെ ഇതിന്റെ അകത്തേക്ക് ഉണങ്ങാൻ പറ്റും. മഴയാണ് തുണി ഉണങ്ങാൻ വേണ്ടി. ഇതിന്റെ അകത്ത് ഒരു സിമ്പിൾ ടെക്നോളജിയാണ്. ഞാൻ ഇങ്ങനെ ഡാൻസ് ചെയ്യാം. ഇതാണ് ഡ്രൈവർ. ഇതിന്റെ നമ്മുടെ പണ്ടത്തെ കാലത്ത് ബൾബില്ലേ, ഫിലമെന്റ് ബൾബ്, അത് 2 ബൾബ് ഉപയോഗിച്ചേക്കണേ. അതെന്തിനാണെന്നറിയോ? ഇത് ചൂട് കിട്ടാൻ വേണ്ടിയാ. ആ ബൾബിൽ ചൂടുണ്ടല്ലോ പണ്ടത്തെ കാലത്തെ, അപ്പൊ നല്ല ചൂട് വരും. അതിന് മേളിൽ പിന്നെ നമ്മള് കമ്പി എടുത്തിട്ടുണ്ട്. അത് തട്ടായിട്ട് ഓരോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഇങ്ങനെ തട്ടായിട്ട് വെച്ചേക്കാം. ഇതുണ്ടോ? ഇതിന്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതിന്റെ അകത്ത് 2 തട്ടുണ്ട്. ഇതിലിപ്പോ കുറെ സാധനങ്ങളുണ്ട്. അടിയത്തെ തട്ടിൽ ഒരു സാധനം വെക്കാം. ഇതിന്റെ ചൂട് കാരണം ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഡ്രൈ ചെയ്യാൻ കിട്ടും. ഒരു ദിവസം വെച്ചാൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണങ്ങിയെടുക്കാൻ പറ്റും വീട്ടിലേക്ക്. നമ്മള് പഴമൊക്കെ ചുമ്മാ കട്ട് ചെയ്താൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴം ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് കഴിക്കാൻ പറ്റും. മനസ്സിലായി? ഇതിന്റെ അകത്ത് ആകെ 2 ബൾബും ഒരു ഫാൻ മാത്രം പോയി. വേറെ ഒരു ടെക്നോളജി ഉണ്ടാവില്ല. ഈ ഫാൻ എന്തിനാ കൊണ്ടുവരുന്നത്? ഇവിടെ ഫാൻ ഇതിന്റെ അകത്ത് ഓടി ഇഷ്ടം വരുമ്പോഴത്തേനും നമുക്ക് പുറത്തേക്ക് പോയി ബോക്സ് ഒരുക്കി പാടിരിക്കാൻ വേണ്ടി അതുപോലെ ഫാൻ വെച്ചേക്കണേ. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഉണങ്ങാനുള്ള സാധനങ്ങൾ ഉണങ്ങാനുള്ള ആവശ്യത്തിനുള്ള ഹീറ്റ് മാത്രമല്ല ഇതിനകത്ത്. അപ്പൊ ഈ ഫാൻ എന്തിനാന്ന് വെച്ചാല് ഓവറായിട്ടുള്ള ഹീറ്റ് നമ്മൾ പുറത്തേക്ക് പോകും ഇതിന്റെ അകത്തോടെ. മനസ്സിലാവുന്നോ? അപ്പൊ അതാണ് ഈ ടയർ വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് സാധനവും നമുക്ക് ഇതിന്റെ അകത്ത് ഉണങ്ങിയെടുക്കാം. ഇത് സിമ്പിൾ ആണ്, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടയറാണ്. ഈ നിസ്സാര പൈസ വരുന്നുള്ളൂ നമുക്ക് ടയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ടയർ. അങ്ങനെ കാണുന്നു എല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ട്. ആൾക്കാരുണ്ടായിരുന്നോ?
ഇപ്പൊ കാണിക്കുന്ന ചേട്ടൻ കാണിക്കുന്ന ആ മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? അപ്പം ആ ചേട്ടൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചാൽ ആ ചേട്ടൻ പഠിപ്പിച്ച് ക്ലാസ്സുകളെടുത്ത് എന്റർപ്രണർ ആണ്, മനസ്സിലായോ? വേറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു ചേട്ടൻ. അടുത്തത് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന അന്വേഷണം എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവന്ന വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്ടർ ടാങ്കിലൊക്കെ വെള്ളത്തിന് അളക്കണ രീതിക്കുള്ള അറിയാൻ പറ്റിയ ഉപകരണമാണ്. അത് അതിനോട് കൂടുതൽ പറയുന്നത് അന്വേഷണം. അറിയോ? നമ്മുടെ വീടുകളിലൊക്കെ ടാങ്ക് നിറച്ച് വെള്ളം പോകാറില്ലേ? നമ്മുടെ വീട്ടിൽ ഇരുന്ന് ജീവിയാണ്. അപ്പൊ ടാങ്ക് നിറച്ച് വെള്ളം പോകാൻ അറിയില്ല അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മള് കണ്ടുപിടിച്ചിരിക്കുന്ന ഉപകരണം സംഭവം അറിയോ? ഇതൊരു ടാങ്ക് ആയിട്ട് സങ്കല്പിക്കുക. ഈ ടാങ്കില് വെള്ളം നിറയൂലേ? ആ വെള്ളം നിറയണല്ലോ നമുക്ക് ഫോണിൽ വീടിനകത്ത് ടി വി കണ്ടിരിക്കൂലേ? അപ്പൊ ഫോണിൽ നമുക്ക് കാണാം. അപ്പൊ വെള്ളം എന്തോരം നിറഞ്ഞിട്ടുണ്ട്, വെള്ളം എന്തോരം നിറഞ്ഞിട്ടുണ്ട്, നിറയാനായോ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇന്നോവേഷൻ ആയത് ഒരു ടാങ്ക് ആയിട്ട് സങ്കല്പിക്കുക. ഇതിലേക്ക് വെള്ളം വരുവാണേ, കണ്ടോ? നമ്മുടെ മൊബൈൽ ഫോണിൽ കാണും നമുക്ക് കാണാൻ പറ്റും എത്ര വർഷത്തിന്റെ ആയി ടാങ്കിന്റെ എന്തോരം വെള്ളം ആയിരുന്നുള്ളത്. അത് ആ വെള്ളം അനുസരിച്ച് ഈ ഫോണിന്റെ ബാറ് കയറുകയും കുറയുകയും ചെയ്യുന്നതാ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇപ്പം ഈ ടാങ്ക് നിറഞ്ഞു കഴിയുവാണെങ്കിൽ നമുക്ക് ഇവിടെ ബസ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ബസ്സിൽ സൗണ്ട് കേൾക്കും. കണ്ടോ? മോട്ടർ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കും. ഇപ്പൊ കണ്ടോ, ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്ര ശതമാനം വെള്ളം നിറഞ്ഞേക്കുന്നതാണ് കിട്ടും. 100% ഇപ്പൊ കാണിച്ചത്. 100% വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് ആ ബസ്സിൽ സൗണ്ട് ചെയ്തത്. അപ്പൊ ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ ഒരു വലിയ മോഡൽ നമുക്കിപ്പോ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പാണ്. ഇപ്പൊ ഞങ്ങൾ ഇഷ്ടം കൂടിയും കൂടിയത്, അതായത് വെബ്സൈറ്റില് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞങ്ങളിപ്പോ. അപ്പൊ ഈ നിർമ്മിച്ചതിന് നോൺ എംസി എന്ന് പറഞ്ഞ ജിപ്പുണ്ട്. ആ ഒരു ജിപ്പും ഈ ഒരു സെൻസറില്ലേ, ഈ സെൻസറാണ് നമ്മുടെ ലെവൽ എന്തോരം ആയെന്ന് പറയുന്നത്. ഇതിന്റെ പേര് അൾട്രാസോണിക് സെൻസർ എന്ന് പറയും. ഇതിന്റെ അകത്ത് ഒരു ബ്ലൂടൂത്ത് ജിപ്പ് ഉണ്ട്. ഇത് വെച്ച് നമ്മുടെ മൊബൈലിലേക്കോ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചെയ്യാം ലെവൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇഷ്ടപ്പെട്ടതാ? ഇനി ജോലി നടക്കണ്ടോ? ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ലോഹിത് ചേട്ടൻ നമുക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു ഗെയിമുകളാണ്. ഗെയിമുകളൊന്നും ഇഷ്ടമല്ല എല്ലാവർക്കും. ഗെയിമുകൾ ഉണ്ടാക്കാൻ താല്പര്യമായിട്ട് തോന്നിക്കുന്നു. ഈ ചേട്ടായി കുറച്ച് ഗെയിമുകൾ തന്നെ ഉണ്ടാക്കിപ്പോ കളിച്ചാണ് നിങ്ങൾ കളിച്ചാണ്ടിരിക്കും. ഈ ചേട്ടായി ഇതിനെ കുറിച്ച് വിശദീകരിക്കും. കേട്ടിട്ടുണ്ടോ? പൈത്തൺ, HTML, CSS അതൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കും. സോഫ്റ്റ്വെയർ നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്നുവെച്ചാ ഗെയിംസ് ഉണ്ടാക്കാം, ആപ്സ് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ. ശരി, അപ്പം ഞാനൊരു ഗെയിം കാണിച്ചു തരാം. വെബ്സൈറ്റ് കേട്ടിട്ടുണ്ടോ? ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കിയില്ല. വെബ്സൈറ്റിന്റെ ക്ലാസ് കോഴ്സ് അത് ഓൺലൈനിൽ പെട്ടെന്ന് തന്നെ വരും. വെബ്സൈറ്റ് ആണ്. വെബ്സൈറ്റില് കുറെ ഗെയിംസ് കിട്ടും. നമ്മൾ പണ്ട് എന്താ പ്ലാപ്പിക്കേഡ് കളിച്ചിട്ടുണ്ട്. ചെസ്, സ്നേക്ക് ഒക്കെ കളിച്ചിട്ടില്ലേ? അതെല്ലാം ഒരു വെബ്സൈറ്റ്. ആ വെബ്സൈറ്റാണ് ക്ലാസ് കോഴ്സ്. ഒരു ഗെയിം ഉണ്ടാക്കി കളിച്ചുതരാം. പ്ലാപ്പിക്കേഡ് കളിച്ചല്ലേ? അതിലൊരു ഡെമോ കാണിച്ചു തരാം.
ഉണ്ടോ? ഒരു കളിച്ചോ? ആരെയും കളിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇത് സൗകര്യം ഉണ്ടാക്കി വെക്കണേ. പിന്നെ ചെറിയ ചെറിയ ജാസ്മിന്റെ കുറച്ച് റിസപ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലാസ്ക് ഉണ്ട്. പൈത്തന്റെ ഒരു ഫ്രെയിംവർക്കാണ്. എന്ന് വെച്ചാൽ വെബ്സൈറ്റും ഗെയിമും തമ്മിലുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് ഫ്ലാസ്കിന്റെ ഒരു ഫ്രെയിംവർക്കാണ്. മറ്റു വേറെ ഗെയിമുകൾ ഉണ്ടാക്കിയിട്ടാണ് സ്നേക്ക് ഗെയിം എന്ന് പറഞ്ഞിട്ട്. കളിക്കണ്ടേ? കളിക്കണ്ടോ? ചേട്ടൻ ഡെവലപ്പ് ചെയ്ത ഗെയിമാണ്. കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ചോദിച്ച ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ കാണിച്ചു തന്നാണ്. നിങ്ങളുടെ ഒക്കെ മനസ്സിൽ ഇതുപോലെയുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുത്ത് നല്ലൊരു മാതൃകയായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത് സമർപ്പിക്കണം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു മോളുണ്ട്. മോളുടെ പേര് ഐവ. ഐവ ചേച്ചിയെ വിളിക്കണം. കഴിഞ്ഞ വർഷം, അതായത് 2023 അന്താരാഷ്ട്ര വില്ലേജ് വർഷമായി ആചരിച്ചല്ലോ. വില്ലേജുകൾ അല്ലെങ്കിൽ തൈര് ഫാഷൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൂർവ്വവർഗത്തിൽപ്പെട്ട ചെടികളിൽ വിളയുന്ന ചെറിയ വൃത്താകൃതിയിലുള്ള ധാന്യങ്ങളുടെ കൂട്ടത്തെയാണ് എന്ന് പറയുന്നത്. ഇവ ധാന്യവിളകളായും മൃദുവായിട്ടുള്ള തീറ്റയായും വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. ആഗോള നിലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യങ്ങളിലൊന്നാണ് വില്ലറ്റുകൾ. പാവപ്പെട്ടവരുടെ അന്നം ശക്തി പ്രോത്സാഹ വില്ലറ്റുകൾ അറിയപ്പെടുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് വില്ലറ്റുകൾ. വില്ലകൾ പോഷക കലവറ എന്നറിയപ്പെടുന്നു. പ്രോട്ടീൻ, അവശ്യ വിറ്റാമിനുകൾ, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം തുടങ്ങിയ ധാതുലവണങ്ങൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ ഇതുകൊണ്ട് സമ്പുഷ്ടമാണ് മില്ലറ്റുകൾ. പാകം ചെയ്ത ഓരോ 100 ഗ്രാം മില്ലറ്റിന്റെയും പോഷകാംശങ്ങളുടെ നിലവാരം 3.51 ഗ്രാം പ്രോട്ടീൻ, 23.7 ഗ്രാം അന്നജം, 1.3 ഗ്രാം ഡയറ്ററി ഫൈബർ, 44 ഗ്രാം മഗ്നീഷ്യം, 0.161 ഗ്രാം കോപ്പർ, 100 ഗ്രാം ഫോസ്ഫറസ്, 0.272 ഗ്രാം മഗ്നീഷ്യം എന്നിങ്ങനെയാണ്.
മില്ലറ്റുകൾക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ട്. ദഹനാവസ്ഥയെ സഹായിക്കുന്നു. കാരണം ഫൈബറിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ്. രക്തചംക്രമണ വീഴ്ചയെ ത്വരിതപ്പെടുത്തുന്നു. പ്രമേഹത്തിന്റെ ദോഷവശങ്ങളെ കുറയ്ക്കുന്നു. അമിതവണ്ണത്തെ നിയന്ത്രിക്കുന്നു. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നു. അസ്ഥികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. മുറിവുണങ്ങാൻ സഹായിക്കുന്നു. മാനസിക ആരോഗ്യം ക്ഷേമയിൽ നിലനിർത്തുന്നു. കൂടാതെ വൻകുടൽ ക്യാൻസറിനെതിരെ പോരാടുന്നു. മില്ലറ്റുകളെ കർഷക വിത്തം എന്ന് കണക്കാക്കാം. കാരണം കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ മില്ലറ്റുകൾക്ക് കഴിയും. കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മുതൽ മുതലിൽ തന്നെ സ്ഥിരമായ വരുമാന മാർഗം കൈവരിക്കാൻ മില്ലറ്റ് സഹായിക്കും. സാമ്പത്തിക മേഖല 2007 അന്താരാഷ്ട്ര വിപണി മൂല്യം $9.15 മില്യൺ ബിസ്ക്കറ്റ്, മധുരപലഹാരങ്ങൾ, പാനീയങ്ങൾ, നവജാതശിശുക്കളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് മില്ലറ്റുകൾ. മില്ലറ്റുകൾ ഇന്നത്തെ ആവശ്യം: അരി, ഗോതമ്പ്, റവ, മൈദ എന്നിവയ്ക്ക് മില്ലറ്റ് ഉപയോഗിക്കുക. ഉദാഹരണമായി മില്ലറ്റിനുള്ള ദോശ, മില്ലറ്റിനുള്ള അപ്പം, അങ്ങനെ. ദിവസത്തിൽ ഒരു നേരമെങ്കിലും മില്ലറ്റ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. പാകം ചെയ്യുന്ന രീതിയിൽ പുതുമയും വൈവിധ്യവും ഉൾപ്പെടുത്തുക. ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും ഫലപ്രദമായ ഒറ്റുമൂലാണ് മില്ലറ്റുകൾ. മില്ലറ്റുകളിലെ ആന്റി ഓക്സിഡന്റുകൾ വളരെ സാവധാനമാണ് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് കടത്തിവിടുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും യോജിച്ച ഭക്ഷണമായി കണക്കാക്കാം. പണ്ട് നമ്മുടെ പൂർവികർ മില്ലറ്റുകൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ വരുന്ന ഇന്നത്തെ തലമുറ ജീവിതശൈലി രോഗങ്ങൾ കണ്ടിട്ട് വളരെ ചെറുതായി തന്നെ ചികിത്സ തേടുന്നതായും നാം കണ്ടുവരുന്നു. അതുകൊണ്ട് മില്ലറ്റുകളിലെ ഗുണഗണങ്ങളെ നാം തിരിച്ചറിഞ്ഞ് അവ നമ്മൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ മഹാവിപത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ. അപ്പം പഴമയുടെ നന്മയിലേക്ക് ഞങ്ങള് അവതരിപ്പിച്ച ഐഡിയാസ് ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? ഇന്റർനാഷണലിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന ഐവ ചേച്ചിക്ക് ഞങ്ങളുടെ കോളേജിന്റെ ഭാഗത്ത് ഒരു പ്രസന്റർ കൊടുക്കാനായിട്ട് നമ്മുടെ ഹെഡ് മിസ്സിനെ ക്ഷണിക്കും. ഞാൻ നോക്കട്ടെ, എല്ലാവരും ഈ ഐഡിയാസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ. ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാനായിട്ട് അനുവാദം തന്ന ഇതിന്റെ സംഘാടകരായിട്ടും ഞങ്ങളുടെ കൂടെ തന്ന എല്ലാവർക്കും ഉള്ള നന്ദി.